ഈ പ്ലാവിൻ തൈയെ ഒന്ന് ശ്രദ്ധിച്ചേ. കടും പച്ച നിറവും വലിയ ഇലകളും ഒതുങ്ങി വളരുന്ന പ്രകൃതവുമുള്ള വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ ഒരു തൈയാണ് ഈ നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കാര്യമായിട്ട് നട്ടുപരിപാലിച്ചതൊന്നുമല്ല. ഇവിടെ ഒരു തൈ ഉണ്ടായിരുന്നത് ഇവിടെ നട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 6 മാസമായി ഇത് നട്ടിട്ട്. അതിൻ്റെ കാര്യങ്ങൾ ഇതെങ്ങനെയാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത്, അതിൻ്റെ ശിഖരങ്ങളൊക്കെ മുറിച്ച് ഒറ്റത്തടിയായിട്ട് വളർത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ തൈ ഇപ്പോൾ 6 മാസത്തെ വളർച്ചയായി എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ നമ്മൾ കൃഷിയായിട്ട് ചെയ്തിട്ടുള്ള തൈകളെ വളർത്തിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിനെ നട്ടിട്ടുള്ളത്. 2 അടി ചതുരത്തിൽ 2 അടി ആഴത്തിൽ കുഴിയെടുത്ത് അതിൽ കുമ്മായം ഇട്ട് അതിന് ശേഷം 10-15 ദിവസത്തിന് ശേഷം നല്ല അളവിൽ, അതായത് ഒരു 20 കിലോയോളം ഉള്ള ഒരു കൊട്ട ചാണകപ്പൊടി ഇട്ട് കുഴി മൂടി വീണ്ടും ഒരു 10-15 ദിവസം കുഴി നനച്ചതിൻ്റെ ശേഷം ചെറിയ തൈയാണ് നട്ടിരിക്കുന്നത്. തൈ നടുന്ന അവസരത്തിൽ വീണ്ടും ഒരു കുത്ത് ചാണകപ്പൊടി, 1/2 കിലോയോളം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് കുഴി മൂടി ബഡ് ചെയ്ത് കിളുത്ത ഭാഗം മണ്ണിന് മുകളിൽ വരത്തക്ക രൂപത്തിൽ തൈയെ നട്ടു. അങ്ങനെ നട്ടിട്ടുള്ള ഒരു തൈയാണിത്. അതിൻ്റെ ശേഷം ഒരു 2-3 മാസം ഇടവിട്ട് 2 പ്രാവശ്യം നമ്മൾ ചെറിയ തോതിൽ വളം കൊടുത്തിട്ടുണ്ട്. പച്ചച്ചാണകവും അതുപോലെ ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ജൈവവളം മാത്രം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന തൈയാണ്. അതിൻ്റെ ഒരു കാഴ്ച കണ്ടോളൂ. നമ്മളെ പല പ്രാവശ്യം തോട്ടം വളർത്തിയിരിക്കുന്ന രീതി നമ്മൾ പറഞ്ഞപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് അടിയിലത്തെ ശിഖരങ്ങളൊക്കെ മുറിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നുള്ളത്. അതേ രീതിയിൽ തന്നെ അടിയിൽ നിന്ന് ഇത് നോക്കിയാൽ അറിയാം. 1, 2, 3 എന്നുള്ളത് ഒന്നിച്ച് മുറിച്ചിട്ടുള്ളതല്ല. ഓരോ പ്രാവശ്യമായിട്ട് നമ്മളതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് തോന്നുന്ന ശിഖരങ്ങൾ അടിയിലത്തേത് മുറിച്ച് വരികയാണ്. അങ്ങനെ ഉയരം ഒരു 12 അടി അല്ലെങ്കിൽ 15 അടി നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഉയരം വരുന്ന അവസരത്തിൽ നമുക്കൊരു 6 അടിയെങ്കിലും ഉയരത്തിൽ ശിഖരങ്ങളില്ലാതെ ഒറ്റത്തടിയായിട്ട് കിട്ടണം. ഒരാൾ ഉയരത്തിൽ, ഒരാൾ ഇതിൻ്റെ അടിയിൽ കയറി നിന്നാൽ ശിഖരങ്ങളില്ലാതെ അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിലാണ് ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ മരങ്ങളും വളർന്നു വന്നിട്ടുള്ളത്. തൈകൾ വളർന്നു വരുന്നതിനനുസരിച്ച് അടിയിലത്തെ ശിഖരങ്ങൾ ഓരോന്നോരോന്നായി മുറിച്ചു മാറ്റി ഒരു 12 അടി അല്ലെങ്കിൽ 15 അടിയൊക്കെ ഉയരം വരുന്ന അവസരത്തിൽ അടിയിൽ ഒരു 6 അടിയെങ്കിലും ഉയരത്തിൽ ശിഖരങ്ങളില്ലാതെ ഒറ്റത്തടിയായിട്ട് ഇപ്പോൾ ഈ തൈകളെ വളർത്തിയിരിക്കുന്നത് കണ്ടോ. ഇതേപോലെ മുകളിലേക്ക് ഒരു 6 അടിയെങ്കിലും ഉയരത്തിൽ ശിഖരങ്ങളില്ലാതെ വേണം വളർന്നു വരാൻ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് മരം നന്നായിട്ട് കരുത്തായിട്ട് വണ്ണം വെച്ച് വരും. അതോടുകൂടി മരത്തിൻ്റെ അടിയിൽ ഇതേപോലെ ശിഖരങ്ങളൊന്നും ഇല്ലാതെ വളർന്നു വരുമ്പോൾ നമുക്ക് മരത്തെ ഒരു നിരീക്ഷണം, ഒരു ശ്രദ്ധിക്കാനായിട്ടുള്ള സൗകര്യം കൂടുതൽ കിട്ടും. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നേരിട്ട് നല്ല രീതിയിൽ വെയിലും കാറ്റുമൊക്കെ എത്തുന്നതിനോടുകൂടി ഫംഗസ് ബാധയാണ് ഈ ഇനത്തിൻ്റെ ഏറ്റവും വലിയ കേടെന്ന് പറയുന്നത്. അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും നന്നായിട്ട് വെയിൽ കിട്ടുന്നതോടുകൂടി. അതോടുകൂടി മഴക്കാലമാണെങ്കിൽ മഴ തീർന്ന അവസരത്തിൽ തന്നെ അപ്പം തന്നെ ഇത് കാറ്റും വെയിലും അടിച്ച് കാറ്റടിക്കുമ്പോൾ തന്നെ ഇതിലേക്കുള്ള വെള്ളം പെട്ടെന്ന് ഒഴിവാകും. അതോടുകൂടി ഫംഗസ് ബാധിക്കാനുള്ള സാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവായി കിട്ടും. അതാണ് പറയുന്നത്. അതുപോലെ തന്നെ ചക്ക ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ഇതിൽ ഉണ്ടാകുന്ന ചക്കയുടെ ഒരു 75% ഈ തായ്തടിയിൽ അടിയിൽ തൊട്ട് ഈ ഒരു 6 അടി ഉയരത്തിൽ വരുന്ന സ്ഥലത്തായിരിക്കും വരുന്നത്. അത് വെയിൽ കിട്ടുന്നത് കൊണ്ട് ആണ്. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബാക്കിയുള്ള ചക്ക ആണ് ഇതിൻ്റെ തായ്തടിയിലും കമ്പിലും എല്ലാം വരുന്നത്. നമുക്ക് ഏറ്റവും അടിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ചക്ക കൂടുതൽ കിട്ടുന്നത് അടിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ തടിയെ ഫ്രീ ആക്കി ഇടണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ തൈ ഇപ്പം 6 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഇങ്ങനെ ഒക്കെ പരിപാലിച്ച് വലിയൊരു പരിപാലനം കൊടുത്തിട്ടില്ലെങ്കിലും ഇത് വരുന്നത് ചക്ക വരുന്ന മൂളമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ഇത് പൂപ്പായിട്ട് വരും. ഒരു 15 ദിവസത്തിന് ശേഷം വീഡിയോ എടുത്താൽ കാണിച്ചു തരാം. ചക്കയുടെ ഇത് പൂ വന്ന് നിൽക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് ഇത് ഉണ്ടോ, കാണുന്നില്ല, ഇതുണ്ട് ചക്കയുടെ പൂപ്പാണ്. ഇനിയുണ്ട് മുകളിലേക്ക് ഇതോ ഉണ്ടോ. ഇത് ഈ രീതിയിലാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ 6 മാസമേ ആയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇനി ഒരു 9 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇതിന് ചക്ക നമുക്ക് പറിക്കാനാവും. ആ രൂപത്തിൽ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എളുപ്പത്തിൽ കായ്ക്കുന്നു. അതൊരു വലിയ ഇത് തന്നെയാണ്. സീസണില്ലാതെ നമ്മളിങ്ങനെയാണ് ചക്കയുടെ പൂപ്പ് കാണുന്നുണ്ടല്ലോ.
ഇതുപോലെ ഇതേ തന്നെ ഇപ്പോൾ ഒരു 4-5 സ്ഥലത്ത് ചക്കയ്ക്ക് ഇതൊരു കൊലയായിട്ട് വരും. ഇനി അതിങ്ങനെ വരുമ്പോൾ ഒരു 5-6 ചക്കയെങ്കിലും, ഇത്രയും ചെറിയ മരമാണെങ്കിലും ഒരു കൊലയിൽ ഒരു 6 ചക്കയെങ്കിലും വരത്തക്ക രൂപത്തിൽ ആണ് ഇതിൻ്റെ പ്രകൃതം. ഈ രൂപത്തിൽ നമുക്ക് ചെറിയ ആവശ്യത്തിന് ഇത് പറമ്പിൽ നമ്മൾ നട്ടിരിക്കുന്നതാണ് വിശാലമായിട്ട്. ഇത് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഈ ഇനത്തിന്, ഇതിൻ്റെ ശാഖകൾ വരുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇത് 4 വശത്തേക്ക് ഇത് നേരെ വെയിൽ കിട്ടുന്ന നല്ല തുറസായ സ്ഥലമാണ്. വെയിലിൻ്റെ മാറ്റം അനുസരിച്ചിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു സൈഡിൽ നിന്ന് വെയിൽ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് ചെരിഞ്ഞു വരും. അല്ലാതെ കുത്തനെ വെയിൽ കിട്ടുന്ന ഒരു അവസ്ഥയിൽ 4 വശത്തേക്കും ഒരേ രീതിയിൽ ശ്രദ്ധിച്ച് നോക്ക് ബ്രാഞ്ചസ് വരുള്ളൂ. അതായത് ഒരു 5 അടി മാക്സിമം, അതായത് 4-4.5 അടിയെ ഒരു സൈഡിലേക്ക് വരുള്ളൂ. അങ്ങനെ അതാണ് 10 അടി അകലത്തിൽ ഈ മരത്തെ വളർത്താമെന്ന് പറയുന്നത്. 10x10 ചതുരത്തിലേക്ക്. അതിൽ കൂടുതൽ വന്നാൽ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ പ്രകൃതം. ഇതിപ്പോൾ ഉച്ച വെയിലാണ്. ഇപ്പം 1 മണിയാവുന്ന സമയത്താണ് ഈ വെയിലത്താണ് നിൽക്കുന്നത്. ഈ വെയിലത്ത് ഇല തിളങ്ങി നിൽക്കുന്നുണ്ടോ? ഈ ഒരു തിളക്കം മറ്റൊരു ഇനത്തിനും നമുക്കിവിടെ കിട്ടാനില്ല. ഇവിടെ ഒരു 8ഓളം ഐറ്റം നമുക്കിവിടെ ഉണ്ട്. വിയറ്റ്നാം മേഖലയാണ് കൂടുതലുള്ളതെങ്കിലും നമ്മൾ ഇത് കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളതിൻ്റെ പ്രകൃതം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 6-7 ഐറ്റം നാടനിടങ്ങൾ കൂടാതെ ഇവിടെ ഉണ്ട്. അതെല്ലാം തന്നെ 2, 3, 4, 5 വർഷമൊക്കെ കഴിഞ്ഞാലേ ഒരു ചക്ക ഉണ്ടായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉണ്ടാകുന്നത് സീസണായിട്ടേ കിട്ടത്തുള്ളൂ. അത് പിന്നെ വളരെ എണ്ണം കുറവായിരിക്കും. ഇപ്പം 5 വർഷമായ ഒരു മരത്തിൽ ഇപ്പോൾ ഒരു ചക്കയുടെ ഒരു ചക്കയുടെ ഒരു പൊട്ട് കാണാൻ തുടങ്ങി. അത് ഗംഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് അരക്കില്ലാത്തതെന്ന് അവകാശപ്പെടുന്ന ഒരു ഇനമാണ്. അതൊക്കെ ഒരു 5-6 ചക്ക ഉണ്ടായി കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ നമ്മൾ സീസൺ ഇല്ലാതെ നമുക്കിവിടെ ഇടിച്ചക്കയായിട്ടായിട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഫ്രൂട്ടാക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിന് നമുക്കിപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഉള്ളത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇടിച്ചക്കയാണ്. അതുകൊണ്ട് നമ്മൾ ഇടിച്ചക്ക കാണിക്കുന്നു, അതേ ഉള്ളൂ. ഈ രീതിയിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ രീതിയിലാണ് തൈകളെ വളർത്തിക്കൊണ്ട് വരുന്നത്. എങ്ങനെയാണ് വളർത്തേണ്ടത്, ഈ രീതിയിലാണോ ഈ തൈകളൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നവർ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തർ വളർത്തിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് 5 കൊല്ലമായിട്ട് കായ്ക്കുന്നില്ല, അല്ലെങ്കിൽ തൈ വളരുന്നില്ല, അല്ലെങ്കിൽ ഒടിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾ വളർത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന അതേ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന 3.5 വർഷം വളർച്ചയായിട്ടുള്ള പ്ലാവാണ് ഇരിക്കുന്നത്. ഇത് ഇപ്പം ഏകദേശം ഇപ്പോൾ ഒരു സീസൺ ഇടിച്ചക്ക ഇന്നലെയും പറിച്ച് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. ഇതിലിത് വലിയ ചക്കയുണ്ട്. അതിപ്പം വളർന്നു പോയതാണ്, നമ്മൾ കാണാതെ വളർന്നു പോയതാണ്. ഇവിടെ നമ്മൾ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നതല്ല, എന്നാലും വളർന്നു പോയതാണ്. അങ്ങനെ ഒറ്റയൊക്കെയുടെ അപ്പുറത്തെ മരത്തിൽ കാണാനുണ്ട് ഒരു വലിയ ചക്ക. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. ഇവിടെ ഇതേപോലെ ചെറുത് ചെത്തി മാറ്റുന്നതാണ്. ഇതിപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ തീർന്നു വരുവാണ്. അതിനനുസരിച്ച് മരത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ താഴ്ത്തടി നോക്കൂ. ഇത് 23 ഇഞ്ച് വണ്ണം വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിവശം ചുറ്റളവ്. ഇതാ കാണാം. ഈ 3.5 വർഷം കൊണ്ട് ഇത്രയും ഈ കരുത്ത് ഈ മരത്തിന് വരണമെങ്കിൽ ഇത് അടിയിലത്തെ ശിഖരമൊക്കെ മുറിച്ച് മാറ്റി നമ്മൾ കരുത്തായിട്ട് വളർത്തിക്കൊണ്ട് വരണം. പല വീഡിയോകളിലും ഓരോരുത്തർ വീട്ടിലൊക്കെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് 4 വയസ്സേക്കും വലിച്ചു കെട്ടിയിട്ടും കുത്തുകാല് കൊടുത്തിട്ടും ഒക്കെ ചെയ്തിരിക്കുന്നത് കാണാം. അങ്ങനെയൊന്നും അല്ല. നല്ല സംരക്ഷണം കൊടുത്താൽ ഇതിനെ ഈ രൂപത്തിൽ ഒക്കെ വളർന്നു വരും. ഇത് കണ്ടോ, ഇതിനകത്ത് ചക്ക നിൽക്കുന്നത്. ഈ ചക്ക ഇപ്പം ചെറിയ ചക്കയാണ്. ഇതൊരു 2 മാസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വളർന്നു പോയതാണ്. നമ്മൾ മുഴുവൻ ഇടിച്ചക്കയായിട്ട് നമ്മൾ മാറ്റുന്നതുകൊണ്ട് ഇത് ഒരു 10, 14, 15 കിലോ എങ്കിലും വരുന്ന ചക്കയായിട്ട് വരും. അല്ലാതെ 5 കിലോയും 3 കിലോയും ഒന്നും അല്ല. ഇവിടെ 20 കിലോ വരെയുള്ള 18-20 കിലോ ഉള്ള ചക്ക ഇവിടുന്ന് പറിച്ചു. അതുപോലെ ചക്ക വളരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നമുക്കിങ്ങനെ കാണിച്ചു തരാം. ഈ രീതിയിൽ ഇപ്പോൾ ഈ നമ്മൾ തയ്യെ പറ്റി പറഞ്ഞ അതേ രൂപത്തിൽ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന മരങ്ങളാണ് ഈ നിൽക്കുന്നത്. കണ്ടോ, ഇതിനടിയിലെല്ലാം ഒരാൾ ഉയരത്തിലെ ശിഖരങ്ങളില്ല. അതോടുകൂടി ഈ ചക്ക ഇതൊക്കെ ഇപ്പോൾ ചെത്തി തീർന്നാൻ പോകുന്നതിൻ്റെ ഇപ്പം അതിനനുസരിച്ച് മുകളിലുണ്ട്. ഈ മരത്തിൻ്റെ തടിയിലുള്ളത് ഇതൊക്കെ ചെറിയ കുരുടി ചക്കകളാണ്. ഇതിപ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസം ഇത് ഒഴിവാക്കും. ഈ ഞെട്ടോടുകൂടി മുറിച്ച് മാറ്റിയിട്ട് ഫംഗിസൈഡൊക്കെ അടിച്ച് വൃത്തിയാക്കി അടുത്ത കിളിപ്പ് വന്ന് പുതിയത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പെട്ടെന്ന്. ഇതങ്ങനെ പോകുന്നു. ഈ മരത്തിൻ്റെ വണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ രീതിയിൽ വരുമോ 3 കൊല്ലം കൊണ്ട് വളർത്തിയിട്ട് നിങ്ങൾക്കൊക്കെയുള്ള അനുഭവങ്ങൾ എങ്ങനെയാണെന്നും കൂടി പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ.